സൂര്യകാറ്റിലേക്ക് തിരികെ എത്താം. പ്രമുഖ നടൻ ശ്രീ സുധീർ കരമന ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സുധീർ കരമന, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിമർശനം താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാഥമികമായിട്ടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? ഞാൻ ഇന്നലെ ഒരു പരിപാടിയിലുള്ളപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. വളരെയധികം വിഷമമാണ് തോന്നിയത്. കാരണം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടതിന് ശേഷം അത്തരത്തിൽ ഒരു 5 ലക്ഷം രൂപ ചോദിച്ചു. അതൊരു സർക്കാർ പരിപാടിക്ക് വേണ്ടി ചോദിച്ചു. അത് ഒരിക്കലും ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൈസ ചോദിച്ചതിനല്ല പറഞ്ഞത്, ഏത് പരിപാടിക്കാണ് ഇത് ചോദിച്ചത് എന്നുള്ളതാണ് കൂടുതൽ അതിനകത്ത് പ്രാധാന്യം അറിയിക്കുന്നത്. കാരണം യുവജനോത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെ കേരള സംസ്ഥാന സർക്കാരിന്റെ യുവജനോത്സവം എന്നൊക്കെ പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ പരിപാടിക്ക് അത്തരത്തിൽ ഒരു വേദിയിൽ നിന്നും സിനിമാ രംഗത്തേക്ക് വന്ന ഒരു നടിയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ, ആ നടി ആരാണെന്ന് എനിക്കറിയില്ല, അമ്മയിലെ അംഗമാണോ എന്ന് പോലും എനിക്കറിയില്ല, ആരാണെന്ന് എനിക്കറിയില്ല. ആരായാലും ശരി തന്നെ അത്തരത്തില് ചോദിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സുധീർ കരമന, ഈ യുവജനോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരു നടി മാത്രമല്ല, പല നടികൾ ഉണ്ട്. അവരുടെ ചരിത്രവും നമ്മൾക്കറിയാം. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ വളർച്ചയുടെ ഉദാഹരണങ്ങളുമാണ്. അപ്പോൾ ഒരു നടി എന്ന് പറയുമ്പോൾ അതല്ലാത്ത നടികൾ കൂടി ഇതിലൊരു സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളത് ചോദിക്കാൻ പാടില്ലല്ലോ. ചോദിക്കുന്നത് ശരിയല്ല, പാടില്ല. അതുകൊണ്ടാണ് നമ്മളും അത് പറയണമെന്നല്ല സൂചിപ്പിക്കുന്നത്. മറ്റുള്ളവരും ഒരു സംശയത്തിന്റെ നിഴലിൽ വരുന്നു, അതുകൊണ്ട് പറയണമെന്നില്ല. എങ്കിൽ തന്നെയും അവരോട് സർക്കാർ ആവശ്യപ്പെടുന്നു, ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുമോ? അവരുടെ ഓരോരുത്തർക്കും ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഇത് ചെയ്തു തരണമെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്തും പരിചയം വെച്ചുകൊണ്ട് എനിക്ക് വേണ്ട തുക ഇത്രയാണ് എന്ന് അവർ മാന്യമായിട്ട് പറയുന്നു. അപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയില്ല. ഓക്കെ, അവിടെ അവസാനിക്കേണ്ടതല്ലേ? മറിച്ച് അങ്ങോട്ട് ആവശ്യപ്പെട്ട ഒന്ന് പിന്നീട് അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത് ഉചിതമാണോ ഒരു കലാകാരനോട്, കലാകാരിയോട്? അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൈസ ചോദിച്ചതിനെ അല്ല പറഞ്ഞത്, ഏത് കാര്യത്തിനാണ് ചോദിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത് സർക്കാർ ഒരു സാമ്പത്തിക ലാഭമോ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. കുട്ടികൾക്ക് വേണ്ടി ഏതാണ്ട് 49 ലക്ഷത്തിലേറെ കുട്ടികൾ പഠിക്കുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്നതാണല്ലോ ഇത്തരത്തിലുള്ള ഒരു യുവജനോത്സവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന യുവജനോത്സവ വേദികൾ എന്ന് പറയുന്നത്, അതിലെ ഒരു കമ്മിറ്റിയിലെ ഒരു അംഗം കൂടെയാണ് ഞാൻ. ഇപ്പോ ഏതാണ്ട് 10-20 വർഷത്തോളം പ്രിൻസിപ്പളായിരിക്കുകയും സ്കൂളിൽ ജോലിയും ചെയ്ത ഒരാളെന്നുള്ള നിലയിലും ഞാൻ മനസ്സിലാക്കുന്നത്, സർക്കാർ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സാമൂഹ്യ സേവനമായിട്ടും സാമൂഹ്യപരമായി നടത്തുന്ന ഇത്തരത്തിലെ പരിപാടികൾ കുറച്ച് വോളണ്ടറി ആയിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത്, ഒരിക്കലും സർക്കാർ വേറൊരു പരിപാടിയിൽ സാമ്പത്തികമായി ലാഭം കിട്ടുക, സാമ്പത്തികമായി നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് മാറിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് സഹകരിക്കാൻ വേണ്ടി സർക്കാർ ആരും നിർബന്ധിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ ഇന്നലെ അവിടെ ഇരുന്നപ്പോ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടതാണ്. എനിക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അതിൽ 2-3 സംശയങ്ങൾ എന്ന് പറയുന്നത്, ഫഹദ് ഫാസിലിൻ്റെ ഉദാഹരണം അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഫഹദ് ഫാസിലിന് ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും അടക്കമുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞ നടിക്കുള്ളത് നമുക്കറിയില്ല. ഓരോരുത്തരുടെയും സാമ്പത്തിക അവസ്ഥ, അതിൻ്റെ ഈ പ്രശ്നങ്ങൾ, അതുകൊണ്ട് അവർക്ക് ആവശ്യപ്പെട്ട ഒരു തുക ചോദിച്ചു. ഓക്കെ, അത് കഴിയില്ല, അത് അവിടെ അവസാനിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. അതെ, അവിടെ അവസാനിച്ചല്ലോ മന്ത്രി. പക്ഷേ ഇപ്പോൾ ഒരു സംശയം ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിൽ 3-4 നടികളുടെ ചിത്രങ്ങൾ വരും. ഇതാണോ ആ നടി, ഇതാണോ ആ നടി, ഇങ്ങനെ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു അല്ല, അങ്ങനെ വരുത്താനായിട്ട് ഒരിക്കലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുമില്ല. ആരാണെന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് യുവജനോത്സവ വേദികളിൽ നിന്നും മത്സരിച്ച് വന്നിട്ടുള്ള ഒരാളാണെന്ന് മാത്രമാണ് ആകപ്പാടെ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത്തരത്തിൽ പ്രതിബദ്ധതയുള്ള ഒരാളത് ചോദിച്ചതിനെ ബഹുമാനപ്പെട്ട മന്ത്രി വിമർശിച്ചിട്ടുള്ളൂ. അതെ, പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിത്വമാണ് എന്നുള്ള ഒരു സൂചന. എന്തായാലും വളരെ നന്ദി ശ്രീ സുധീർ കരമന സഹകരിച്ചതിന്. സംസ്ഥാന